ഞാൻ എഴുതണോ? അതായത് ക്വസ്റ്റ്യൻ ചോദിക്കും, അതിനുള്ള ആൻസർ അങ്ങോട്ട് എഴുതിയാൽ മതി, എന്നെ കാണിക്കരുത്. ചോദ്യം ഒന്നും എഴുതാൻ എനിക്ക് അറിഞ്ഞൂടാ. ആൻസർ അല്ല, അത് എനിക്ക് അറിഞ്ഞൂടാ. അതൊന്നും എന്താന്ന് പറഞ്ഞതാ. ആന്റി അടുത്ത് ഞാൻ ചോദിക്കും, ആന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറം ഏത്? ആന്റിക്ക് ഇഷ്ടമുള്ള നിറം എഴുതുക. പറയരുത്, എഴുതുക. നമ്മളെ കാണിക്കരുത്. ഇവള് എഴുതും. അപ്പൊ കറക്റ്റ് ആണെങ്കിൽ ഇവൾക്ക് ആന്റി കുറച്ച് അറിയാൻ അർത്ഥം. എനിക്കറിയാം എന്തായാലും. അതുപോലെ തന്നെ തിരിച്ച് മുത്തിനും കുറച്ചുണ്ടാവും കേട്ടോ. എനിക്കിഷ്ടമുള്ള നിറോ? അമ്മയ്ക്ക് കുറേ സാരി ഉണ്ടാക്കാറില്ല. നീ എഴുതിയാ? ലാസ്റ്റ് പറഞ്ഞാ പോരെ? ലാസ്റ്റ് പറഞ്ഞോ. സെക്കൻഡ്. ഓക്കെ. ആന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏത്? ഫുഡ് എഴുതട്ടെ? പിന്നെ എഴുതുന്നു. ഇതായിരിക്കണമല്ലോ. ആണോ? ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. ഓക്കെ, അടുത്ത എഴുതി കഴിഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ. ആന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏത്? പ്ലേസ് എഴുതിയാ? അടുത്ത ആയിരിക്കും, എനിക്കറിയത്തില്ല. അയ്യോ. ആന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ? അതല്ല, കൊറേ നാൾ മുമ്പ് നോക്കല്ലേ. ഞാൻ പറഞ്ഞ ആന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹോബി എന്ത് ചെയ്യാനാണ് കൂടുതലും? ഒഴിവ് സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യം? അമ്മയ്ക്ക് എന്ത് ഒഴിവ് സമയമാണോ ഉള്ളത്? എന്ത് ചെയ്യും ഒഴിവ് സമയത്ത്? എക്സ്ട്രാ ഇഷ്ടമുള്ള ആന്റിക്ക് തന്നെ അറിയില്ല. അമ്മ ഒരിക്കലും ഒഴിഞ്ഞിരിക്കുന്ന ഞാനും കണ്ടിട്ടില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടെങ്കിലും ഉണ്ടാവില്ല. എന്നാലും ഇതായിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഒരുമിച്ച് പറയണം. എഴുതി കഴിഞ്ഞല്ലേ? എന്ത് അവിടെ എഴുതി തവർക്കുന്നു. ഒരുമിച്ച് പറയണം. അപ്പൊ ഇവക്കടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അത് പറയാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത എഴുതാലോ. എന്റെ ക്വസ്റ്റ്യൻ ചോദിക്കേ. ഏറ്റവും ഇഷ്ടമുള്ള നിറം? റെഡ്. അല്ലേ? ഓപ്പോസിറ്റ്. കറുപ്പാണോ? ഇഷ്ടംപോലെ റെഡ് തുണിയുണ്ടല്ലോ. ഇഷ്ടം ആരെങ്കിലും ചോദിക്കോ? എനിക്ക് കറുത്ത സാരിയൊക്കെ ഇഷ്ടം. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്? ഫിഷ് ആൻഡ് ടപ്പിയോക്ക. കപ്പയും മീനും. അതിന്റെ ഇംഗ്ലീഷ് ആണാ? കണ്ടാൽ എനിക്കറിയാം. അടുത്തത് എന്തായിരുന്നു? സ്ഥലം. ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം? ഇടുക്കി. ഗുരുവായൂര്. ഇടുക്കിയിൽ എപ്പോഴാണ് ഞാൻ പോണോന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ എപ്പോഴാ പോയിട്ടുള്ളത്? ഗുരുവായൂര് ഞാൻ ഓർത്തില്ല. അമ്പലമൊക്കെ പറയാം. നാലാമത്തെ അതൊന്നും പറഞ്ഞിട്ടില്ല. തോൽവി. ഓക്കെ. ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ? മോഹൻലാൽ. എനിക്ക് പഴയ നടൻ രതീഷിനെ ഇഷ്ടം. രതീഷ? പൂച്ചക്കണ്ണൊക്കെയുള്ള ഒരു രതീഷ് ഉണ്ടായില്ലേ? ഇത് എവിടെയാടി? ഭയങ്കര ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. പറഞ്ഞല്ലേ? അതും പോയി. അമ്മ TV കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല. എവിടെയാ സമയം? എന്റെ കുഞ്ഞിലെങ്ങാണ്ട് കണ്ടതാ ഞാൻ. അടുത്തത് ലാസ്റ്റത്തെ സാധനം. ഇഷ്ടമുള്ള ഹോബി? സിംഗിങ്. അതാ എന്റെ ഹോബി. 24 മണിക്കൂർ നന്നായിട്ട് പാടുമല്ലോ. അത് ഞാൻ എന്റെ പണിയുടെ ഇടയ്ക്ക് പാടുന്നല്ലേ. അതല്ലേ ഹോബി? അതാണ് ഹോബി. പിന്നെന്താ? അതെനിക്ക് മനസ്സിലായില്ല. എനിക്ക് ഉള്ള സമയമൊക്കെ ഞാൻ ഒരു ഉണ്ടല്ലോ, പിള്ളേരുടെയും ക്ലീറ്റോയിലും കാര്യങ്ങളും ചെയ്യണം. അതാ ഞാൻ എന്റെ ഒഴിവ് സമയമൊക്കെ ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ ഇവിടെ കുറെ തുണി മടക്കാനുണ്ടാവും, അല്ലെങ്കിൽ പാത്രം കഴുകാനുണ്ടാവും. അതിന്റെ ഇടയ്ക്ക് കിട്ടുന്ന ഒഴിവ് സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഹോബി. ലെഷർ ടൈമില് അങ്ങനെ ഒരു സമയമൊന്നും കാര്യങ്ങൾ ചെയ്യണം.